എനിക്ക് തോക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആള്. ആണോ? ആടി ചെടി താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലല്ലോ. കാശ് മുടക്കി തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകർക്ക് ഇന്ത്യയിലെ ഡെമോക്രാസി വെച്ചിട്ട് വിമർശിക്കാനുള്ള അവകാശമുണ്ട്. എന്തും പറയാന്നേ. ഇവിടെ ലീഗലായിട്ട് അവർക്ക് എന്തും പറയാവുന്നത് എന്തും ചെയ്യാം. എൻ്റെ ഒരു റീഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഗദീഷ് ശ്രീകുമാർ സാർ ആക്സിഡൻറ്റിന് ശേഷം അപ്പം തൊട്ട് ആണ് ഹ്യൂമർ മലയാള സിനിമയിൽ കുറഞ്ഞു. സിനിമ, സീരിയല്, വെബ് സീരീസ്, ഷോർട്ട് ഫിലിം എല്ലാം ചെയ്തിട്ടുണ്ട്. റേഡിയോ നാടകവും ചെയ്യാം. അപ്പം ഞാൻ ചോദിച്ചത് ഡബ് ചെയ്ത് കഴിഞ്ഞല്ലേ? അതെ. അപ്പോൾ എന്ത് പറ്റി? ഇല്ല, പുള്ളി മിക്ക ദിവസം രാത്രി വന്നിരുന്ന് ഡബ് ചെയ്ത് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുന്നു എന്തെങ്കിലും ഹ്യൂമർ ഇടാൻ പറ്റുമെന്ന്. ഏത് ഇത്രയും തിരക്കുള്ള ആൾ. തോക്കുന്ന ഒരു പിള്ളേർക്ക് ഇപ്പോൾ നമ്മൾ തോറ്റാൽ ഭയക്കുന്ന ഡിപ്രഷൻ വരുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര തമാശ വരും. തോക്കണം. കാര്യം മറ്റ് സംസ്ഥാനങ്ങളിലോട്ട് പോകുമ്പോൾ അവർക്കൊരു തെറ്റായ ധാരണ വരരുത്. ഇയാൾ നായക നടനായിട്ടുള്ള വേഷം അവർക്ക് നമ്മളെ അറിയില്ല. ചിലപ്പോൾ അവർ KCF ആയിരിക്കും ആദ്യം കാണുന്നത്. അപ്പം തന്നെ അയാൾ പൊട്ടനാണ് എന്ന്, അല്ലെങ്കിൽ ഒരു ഊളയാണ് എന്ന് കാണിച്ചു കൊടുത്താൽ. നമുക്കിപ്പോൾ അജു വർഗീസ്, സുരാജ് വെഞ്ഞാറമൂട്, അങ്ങനെ ഒന്ന് രണ്ട് ആർട്ടിസ്റ്റുകൾ അവരുടേതായ സ്വതസിദ്ധമായ ശൈലിയിൽ ഹ്യൂമർ കൈകാര്യം ചെയ്തിരുന്ന നടന്മാരായിരുന്നു. അവരൊന്ന് വഴിമാറി നടന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും മലയാള സിനിമയ്ക്ക് നഷ്ടമായത് വലിയൊരു തമാശയുടെ ഒരു ഏറയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വലിയൊരു ഗ്യാപ്പ് അവിടെ കിടക്കുകയല്ലേ. നിങ്ങൾ മാറിയതിന് ശേഷം പിന്നീട് നിങ്ങൾ തമാശ ചെയ്താൽ പോലും പഴയ ഒരു തമാശയിലേക്കൊന്ന് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുകയോ അതിൽ നിന്ന് ശരിക്കും വഴിമാറി നിങ്ങൾ സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കുന്നു. വലിയൊരു ഗ്യാപ്പല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് സംബന്ധിച്ച്. ഞാൻ ലിസ്റ്റിൽ ബിലോങ് മനസ്സുകൊണ്ട് ചെയ്യുന്നില്ല. കാര്യം എൻ്റെ ഒരു റീഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഗദീഷ് ശ്രീകുമാർ സാർ എൻ്റെ ആക്സിഡൻറ്റിന് ശേഷം ആ ഒരു ഹ്യൂമർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സലീമേട്ടൻ ഷിഫ്റ്റ് ചെയ്തു ഹ്യൂമറിൽ നിന്ന്. അപ്പം തൊട്ട് ആണ് ഹ്യൂമർ മലയാള സിനിമയിൽ കുറഞ്ഞത്. അതാണ് ഏറ്റവും വലിയ ഹ്യൂമറിന് സംഭവിച്ചത്. സ്ലാപ്സ്റ്റിക്കിനോ അല്ലെങ്കിൽ എല്ലാ ഹ്യൂമറുകളും അവിടെ തൊട്ടാണ് മലയാള സിനിമയ്ക്ക് ഹ്യൂമർ നഷ്ടപ്പെട്ടത്. എനിക്കൊന്ന് 2012 അത് എനിക്ക് വളരെ പ്രേക്ഷകൻ എന്നുള്ള നിലയേക്കാൾ ഉപരി നമ്മൾ സിനിമയിൽ വന്ന് ഒരു 2 വർഷമായുള്ളൂ. ആദ്യത്തെ സിനിമ തൊട്ട് കൊതിച്ച് ഒന്ന് വർക്ക് ചെയ്യണം എന്നൊക്കെ ഒന്ന് അവസരം കിട്ടി ഇങ്ങനെ ഒന്ന് കാണാനൊക്കെ ഉള്ളത് വന്നപ്പോഴത്തേക്കും അത് വളരെ വിഷമമുള്ള കാര്യം. പിന്നെ ഞാനൊക്കെ ഇവരെ വിറ്റ് ഹ്യൂമർ ചെയ്ത ആളാണ് ആക്ച്വലി. അത് ഞാൻ ഉർവശി ചേച്ചി, ഇന്നസെൻ്റ് ഏട്ടൻ, ജഗദീഷ് ശ്രീകുമാർ ഏട്ടൻ, ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളുടെ നിന്നൊക്കെ ഞാൻ കോപ്പി അടിക്കാറുണ്ട്. അപ്പോൾ അല്ലാതെ എനിക്ക് എൻ്റേതായ രീതിക്ക് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എഴുതി വെച്ചത് ഞാൻ പറയാറുള്ളൂ, കയ്യിൽ നിന്നൊന്നും ഇടാറില്ല. ഇപ്പോൾ ഹരീഷ് ഏട്ടൻ ഫോർ എക്സാമ്പിൾ കയ്യിൽ നിന്ന് ഇടുന്ന ആളാണ്. സുരാജ് ഏട്ടൻ ഓഫ് കോഴ്സ് നമുക്ക് എത്രയോ സിനിമകൾ ബ്ലാങ്ക് പേപ്പറുകൾ അവർക്ക് വന്നുകൊണ്ടിരുന്നത്. എനിക്ക് ബ്ലാങ്ക് പേപ്പർ കൊണ്ടു കഴിഞ്ഞാൽ ബൈ ബൈ ടാറ്റ ബൈ പറഞ്ഞിട്ട് പോകും, നടക്കില്ല. അപ്പം അതായിരുന്നു ആക്ച്വലി. ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തത് ഞാൻ ചെയ്തത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് അതിൽ കോൺഫിഡൻസ് നല്ലത് വരാത്തപ്പം നമുക്ക് എന്ത് ചെയ്യും. അപ്പം ഷിഫ്റ്റ് നാച്ചുറലി വേണം. ഇപ്പോൾ ധ്യാൻ്റെ അടുത്തൊക്കെ ഞാൻ സംസാരിച്ചപ്പം സുരാജ് ഏട്ടനാണ് ആക്ച്വലി എൻ്റെ ഒരു മെൻറ്റർ ആ കാര്യത്തിൽ. ഓരോ 5 വർഷം 4 വർഷം കൂടുമ്പം സുരാജ് ഏട്ടൻ കൃത്യമായിട്ട് എന്നോട് പറയും, നീ കുറച്ച് റെമ്യൂണറേഷൻ ഇനിയും മാറ്റിക്കോ, അല്ലെങ്കിൽ നീ കുറച്ച് പടങ്ങൾ മാറ്റണം. അങ്ങനെ തുടക്കം തൊട്ട് എല്ലാം ഒരു 3-4 വർഷം കൂടുമ്പോൾ സുരാജേട്ടൻ്റെ ഒരു 1 hour സെഷൻ ഉണ്ടാവാറുണ്ട്. അത് സംഭവിക്കുന്നതാണ്. സുരാജൻ ഇന്ന് അവനെ വിളിച്ച് ഉപദേശിക്കാന്നല്ല, ഓർഗാനിക്കലി അത് കൃത്യ ഇടവേളകളിൽ ഈ 14 വർഷവും സംഭവിച്ചിട്ടുണ്ട്. അപ്പം സുരാജേട്ടൻ അവസാനം പറഞ്ഞതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഞാൻ ധ്യാനോട് പറഞ്ഞ ആൻഡ്രോയിഡൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായി, അങ്ങനെയൊക്കെ ചെയ്യാൻ രസം ഉണ്ടാവുമല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്തു. ഇപ്പം ഈ അടുത്തിപ്പം വിനീത് എന്നോട് പറഞ്ഞു, മറ്റേ വിനീതിൻ്റെ പടത്തിൽ അങ്ങനത്തെ സീരിയസ് വേഷമല്ല. അപ്പം വിനീത് പറഞ്ഞു ബാലൻസ് ചെയ്ത് പോകുവാൻ പറഞ്ഞു. അപ്പം നമുക്ക് ഞാൻ പിന്നെ അങ്ങനെ ഒന്നിൽ ഫിക്സായി നിൽക്കാൻ താല്പര്യപ്പെടുന്ന ആളല്ല. എല്ലാ വരുന്ന സിനിമകളും റിപ്പീറ്റ് ഇല്ലാത്ത ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഞാൻ ചെറുതോ ഒരു സീനാണെങ്കിൽ ഞാൻ ചെയ്യും. അത് ഫോർമാറ്റ് നോക്കാറില്ല. സിനിമ, സീരിയല്, വെബ് സീരീസ്, ഷോർട്ട് ഫിലിം എല്ലാം ചെയ്തിട്ടുണ്ട്. റേഡിയോ നാടകവും ചെയ്യാതെ പിന്നെ ഇപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സെൻട്രൽ ഹീറോ ആയിട്ടൊരു ക്യാരക്ടർ ചെയ്യുന്ന ആ ഒരാൾക്ക് സിനിമയുടെ മൊത്തം ഭാരം അയാളുടെ ഷോൾഡറിലായിരിക്കും. ഓൾമോസ്റ്റ് ഒരു പരിധി വരെ ഷോൾഡറിൽ. പക്ഷേ അജു ഇപ്പോൾ പറഞ്ഞൊരു ട്രാക്ക് ആണെന്നുണ്ടെങ്കിൽ സിനിമയുടെ വിജയപരാജയങ്ങൾ ഒരിക്കലും അജു വർഗീസ് എന്ന നടനെ ബാധിക്കില്ല. അത് ശരിക്കും പറഞ്ഞൊരു സേഫ് സോൺ കളിയല്ലേ?
ഒന്ന് ഞാനൊരു മുന്നോട്ടൊരു സ്ഥിരമായി ഒരു സെൻട്രൽ ക്യാരക്ടർ പ്ലേ ചെയ്യാനോ അതിൻ്റെ ഒരു എക്കണോമിക്സ് നാളെ വരും എന്ന് പ്രതീക്ഷിക്കാനോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച് ചെയ്യുന്ന ആളല്ല. ഞാൻ ആസ്വദിക്കുന്ന ഈ ആക്ഷൻ കട്ടിൻ്റെ ഇടയ്ക്കുള്ള ഈ പ്രോസസ്സാണ്. അതിൻ്റെ ഡബ്ബിങ് ഇതോടെ തീർന്നു. പണ്ട് മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അതുമില്ല. ആ ആസ്വാദനം പോയി. PR ചെയ്യലും ഇല്ല. പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, കോവിഡ് വരെ. അല്ലല്ല, ഞാൻ എന്നെ തന്നെ സെൽഫ് മാർക്കറ്റിംഗ് ഭയങ്കരമായി ചെയ്യും. ഞാൻ തന്നെ ട്രോളുകൾ അല്ലെങ്കിൽ ഞാൻ തന്നെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഫോട്ടോ ക്യാപ്ഷൻസ് ഇട്ട്. കാര്യം PR ചെയ്യാൻ വേറെ മാധ്യമങ്ങളില്ലെന്ന്. പക്ഷേ എനിക്കത് മടുത്തു. ഇന്നിപ്പം നമ്മളുടെ ജോലി സംസാരിക്കട്ടെ എന്നുള്ള തിരിച്ചറിവ് വന്നതുകൊണ്ടാവാം. കാര്യം അതിലൊന്നും കാര്യമില്ല. പ്രൊഡക്റ്റ് കൊള്ളില്ലെങ്കിൽ ഒരു രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യില്ല എന്ന് മനസ്സിലായി. പക്ഷേ എൻ്റെ ജോലി ഇപ്പോൾ ആക്ഷൻ്റെയും കട്ടിനിടയ്ക്ക് സംവിധായകന് തൃപ്തി വരുന്നത് വരെ ചെയ്യുക. ഡബ്ബിങ് ചെയ്യുന്ന സമയത്തും സംവിധായകന് തൃപ്തി വരുന്നവരെ ചെയ്യുക. ഒരു കഥാപാത്രത്തിന് ശബ്ദം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് വന്നത് എനിക്ക് തോന്നുന്നു ഒരു 10-20 സിനിമ കഴിഞ്ഞപ്പോഴാണ്. ദിലീപേട്ടൻ ഡബ് ചെയ്ത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് റിംഗ് മാസ്റ്റർ. രാത്രി 10-10:30 ഞാൻ എൻ്റെ ഒരു പാച്ച് കറക്ഷൻ ദിലീപേട്ടൻ പറഞ്ഞു അവനോട് ഇങ്ങനെ ഒന്ന് മാറ്റി ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു സാധനം എക്സ്ട്രാ ഡബ് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു കോമഡി എന്തോ ഫില്ലർ. അപ്പോൾ ഞാൻ എവിടെയോ പോകുക, ഒരു ലൊക്കേഷനിലോട്ട് പോകുന്ന വഴി കൊച്ചിയിൽ കയറിയിട്ട് അത് പാച്ച് ചെയ്യാമെന്ന് വെച്ചപ്പം രാത്രി 10-10:30 ആ ടൈമിൽ ഞാൻ ചെല്ലുമ്പോൾ ദിലീപേട്ടൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡബ്ബിങ് കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കയറി എഞ്ചിനീയർ കൂടി ഇരുന്നു. ഇപ്പോൾ ഒരു അരമണിക്കൂറായി. അപ്പോൾ എനിക്ക് എത്തണം. അപ്പോൾ എനിക്ക് പറയാനും പറ്റില്ലല്ലോ ദിലീപേട്ടൻ നായകൻ. അപ്പോൾ ദിലീപേട്ടൻ ഒരു റീലെന്നും പറയാൻ പറ്റില്ല, ഒരു സീനാണ് ഈ 10-20 മിനിറ്റ് ഡബ് ചെയ്യണേ. അപ്പോൾ ഞാൻ ചോദിച്ചത് ഡബ് ചെയ്ത് കഴിഞ്ഞല്ലേ? അതെ. അപ്പോൾ എന്ത് പറ്റി? ഇല്ല, പുള്ളി മിക്ക ദിവസം രാത്രി വന്നിരുന്ന് ഡബ് ചെയ്ത് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുന്നു, എന്തെങ്കിലും ഹ്യൂമർ ഇടാൻ പറ്റുമോ. ഏത് ഇത്രയും തിരക്കുള്ള ആൾ. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഇത്രയും തിരക്കുള്ള ആൾ, ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ ആവശ്യമില്ലാതെ ഇത് ചെയ്യില്ല, എന്തെങ്കിലും ഗുണമില്ലാതെ എന്തെങ്കിലും അല്ലേ, ഭ്രാന്തില്ലല്ലോ വെറുതെ വന്നത് ചെയ്യാൻ. അതാണ് എനിക്ക് ഇതിലോട്ട് പണ്ട് ഞാൻ എഞ്ചിനീയർ ഓക്കെ. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതിലപ്പോൾ എന്തോ കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇവരൊന്നും ഇത്ര എഫേർട്ട് രാത്രി 10-11 മണിക്കൊക്കെ വന്നിട്ട് ഇത് ചെയ്യണമെങ്കിൽ അത് മിക്ക ദിവസവും പടം റിലീസ് വരെ, ഫൈനൽ മിക്സ് വരെ. അന്ന് തൊട്ടാണ് ഞാൻ അതിനെ സീരിയസ് ആയിട്ട് കണ്ടത്. അപ്പോൾ അന്ന് തൊട്ട് ഇവരെന്നെ ഗ്രൂം ചെയ്യാൻ തുടങ്ങി. ആക്ച്വലി ഇപ്പോൾ ജിതൻ ചേട്ടനൊക്കെ ലാൽ മീഡിയയിൽ ജിതൻ ചേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ട് ദേഷ്യം വന്നിട്ടേ, അതായത് എനിക്ക് കിട്ടുന്നില്ല പക്ഷെ ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. 1 മണിക്കൂറായിട്ട് ഒരു ലൈനാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ. ജിതൻ ചേട്ടന് ഭ്രാന്തായിട്ട് പുറത്ത് വന്നിട്ട് ഇങ്ങനെ. അപ്പം ജിതൻ ചേട്ടൻ എന്നാൽ കുറച്ച് കഴിയുമ്പോൾ റിലാക്സ് ആവും. അത് അവർക്ക് തന്നെ ഫ്രസ്ട്രേറ്റഡ് ആവുന്ന. കുറച്ച് കഴിഞ്ഞ് ജിതൻ ചേട്ടൻ പറയും വാ തുടങ്ങാൻ തന്നെ പറയും. അങ്ങനെ ഒപ്പം നിന്ന് അവരിന്നും ആ സ്നേഹം. സോ ഞാനിപ്പോൾ പെട്ടെന്ന് ഓർത്തതാണ്, പലപ്പോഴും അവരെ മെൻഷൻ ചെയ്യാറില്ല ഒരു സ്ഥലത്തും ഞാൻ. ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർത്തുകൊണ്ട് പറഞ്ഞ. സോ എൻ്റെ ഉത്തരവാദിത്വം ഈ രണ്ടിലും മാത്രം. തീർച്ചയായും എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കും ഈ സൗണ്ട് എഞ്ചിനീയേഴ്സ് അവരുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് അതൊന്നും പ്രേക്ഷകർക്കും അറിയാത്തൊരു എബവ് ആക്ടിംഗ് ആണ് സൗണ്ട് കോൺട്രിബ്യൂഷൻസ് ഒരു ക്യാരക്ടറിനെ ഫോം ചെയ്യുമ്പോൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വീണ്ടും ഇതെൻ്റെ മനസ്സിലാക്കലാണ്. നാളെ ഇനിയും കറക്റ്റായിട്ട് ഒരാൾ എന്നെ പഠിപ്പിച്ചു തന്നാൽ അത് മാറും. പക്ഷെ എനിക്ക് തോന്നുന്നു കണ്ണ് ചിമ്മിയാലും ചെവി അടയുന്നില്ല. കണ്ണ് നമ്മൾ പിന്നെയും ശ്രദ്ധ മാറാം, ചെവി ഈസ് ഓൾവേസ് ഓപ്പൺ. കേട്ടോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പോസ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷെല്ലി വൈഫായിട്ടും 4 കുട്ടികളും ഉണ്ട്. അപ്പം ഈ കാസ്റ്റിംഗ് ഈ കുട്ടികളൊക്കെ ഓഡീഷൻ വഴി സെലക്ട് ചെയ്തതാണോ? എങ്ങനെയാണ് കാസ്റ്റിംഗിലേക്ക് വേണ്ടത്? അതായത് മൂത്ത മോനായിട്ട് അഭിനയിച്ചവൻ ഒരുപാട് പടങ്ങളിലുണ്ട്. ഓക്കെ. പിന്നെ ബാക്കി 3 ഓഡീഷൻ വഴി കാസ്റ്റ് ചെയ്തത്. ഷെല്ലിയുടെ ഒരു കാസ്റ്റിംഗ് എങ്ങനെ? ഷെല്ലിയുടെ ഒരു കാസ്റ്റിംഗ് എന്ന് വെച്ചാൽ പിന്നെ നമ്മളൊരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് എൻ്റെ കൂടെയുള്ള. അപ്പോൾ അവനാണ് ഈ മിന്നൽ മുരളിയിലെ നായികനെ. നമ്മൾ 3-4 നായികമാരോട് പോയി പറഞ്ഞു കേട്ടോ. ഇതിൽ സത്യം പറയാലോ, ഞാൻ അജുരോട് പോലും പറയാത്ത കാര്യം എല്ലാം ഡിസ്കസ് ചെയ്തു, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഇതൊരു ചെറിയ സിനിമയായതുകൊണ്ടോ എൻ്റെ നായിക മടിച്ചുകൊണ്ട് അവർ ഇത് പിന്നെ റിജക്റ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷെ അവർ കഥ പറയാൻ പോയ എൻ്റെ ഡയറക്ടേഴ്സിനോടും എൻ്റെ റൈറ്ററോടും പറഞ്ഞത് അത് ഗംഭീര സബ്ജക്റ്റാണ്. പക്ഷെ അവർ കാരണം പറഞ്ഞില്ല എന്തുകൊണ്ടാണെന്നില്ലേ. അങ്ങനെ നമ്മളിങ്ങനെ ഷൂട്ട് തുടങ്ങാറായി. അപ്പോൾ അങ്ങനെ ഇവരോട് ഷെല്ലിയോട് കഥ പറഞ്ഞു. അപ്പോൾ അവർ കഥ കേട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ കുറച്ച് മറ്റേ ഇവിടെ പാൻ ഇന്ത്യൻ ആക്ടേഴ്സ്, ഇപ്പോൾ ഇവിടെ ഒരു സിനിമ എവിടുത്തെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ പറഞ്ഞത്, തെലുങ്കിൽ. അപ്പോൾ അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇഷ്ടപ്പെട്ടു അവർ വന്ന് ചെയ്തു.
പിന്നെ അതേപോലെ ഗൗരി ജി കിഷൻ്റെ ക്യാരക്ടർ കുറേ ആളോട് പറഞ്ഞു, കുറേ മലയാളത്തിലെ 3-4 നടിമാരോട് പറഞ്ഞു. പക്ഷേ ഗൗരിയോട് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ചെയ്യാം, പേയ്മെൻ്റ് ഒന്നും എനിക്ക് പ്രശ്നമല്ല, ഈ സിനിമയും ഈ സിനിമയുടെ ഭാഗമാവണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ആദ്യം കുറച്ച് പേര് റിജക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സുരാജ് ഏട്ടനാണെങ്കിലും ആദ്യ സമയത്ത് നായികയെ കിട്ടാൻ വേണ്ടിയിട്ട് പാടായിരുന്നു. പിന്നീട് സുരാജ് ഏട്ടൻ്റെ സിനിമകളുടെ ഒരു ചരിത്രം വന്നെങ്ങനെ നമുക്കറിയാം. അപ്പം അതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വിഷമം തോന്നിയിട്ടുണ്ട് ആദ്യമേ ഇപ്പോൾ ഇവർ അവരുടെയും കൂടെ അത് എനിക്ക് മനസ്സിലല്ലേ, അവരുടെയും കരിയറല്ല. ഏറ്റവും കൂടുതൽ റിജക്റ്റ് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് സിനിമ, രാഷ്ട്രീയം, അല്ല അങ്ങനത്തെ ഒരു സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര നമ്മളെ റിജക്റ്റ് ചെയ്യപ്പെടും. പക്ഷെ നമ്മളവിടെ തളർന്നു പോയേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എനിക്ക് തോക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആള്. ആണോ? ആടി ചെടി താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലല്ലോ, പിന്നെ ഓരോന്നും മുകളിലോട്ടല്ലേ. മറ്റേ ഏറ്റവും വേക്കേണ്ട മരണമാണ്, അതിനപ്പുറം ഒന്നുമില്ലല്ലോ. ബാക്കി ഒരു ധൈര്യം ഉണ്ട്, ആ ധൈര്യം പിന്നെ ഒരിക്കലും തോറ്റു നിൽക്കുന്നവര് ശരിക്കും ഭയങ്കര ധൈര്യമാണ്. അവന്റെ എന്തും ചെയ്യാം. മറ്റവനാണല്ലോ എല്ലാം ഉള്ളവനാണ് ഭയം, നഷ്ടപ്പെടാനുള്ളൂ, മറ്റവനൊന്നുമില്ല. മറ്റവൻ ഉണ്ടാക്കുന്ന ഓരോ ധൈര്യവും ഓരോ സ്റ്റെപ്പും അവന് കിട്ടിപ്പോയാൽ പോയി കഴിഞ്ഞു. അതൊരു പോയിന്റ് ഓഫ് വ്യൂ ഭയങ്കര രസമുള്ള പോയിന്റ് ഓഫ് വ്യൂ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തോക്കുന്ന ഒരു പിള്ളേർക്ക് ഇപ്പോൾ നമ്മൾ തോറ്റാ ഭയക്കുന്ന ഡിപ്രഷൻ വരുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര തമാശ വരും. തോറ്റ് ജയിച്ചാലും തോക്കണം. എന്നാലേ ജയത്തിന് ഭംഗിയുള്ളൂ. ഇറ്റ് ഷുഡ് ബി എ സൈൻ വേവ്. എപ്പോഴത്തെ കുട്ടികൾ കാണുന്നില്ലേ, പരീക്ഷയ്ക്ക് മാർക്ക് പറഞ്ഞാൽ നേരെ പോയി സൂയിസൈഡ് ചെയ്യാം. അല്ല, നമ്മൾ ഭയങ്കര സംഭവമാണ്. ഡിപ്രഷൻ ഫാഷനായി. അത് ഡിപ്രഷന്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ ഇവർ പറയുന്നത് എനിക്കറിയില്ല. അതെ, ഡിപ്രഷൻ മോശമെന്നല്ല ഞാൻ പറയുന്നത്. മോശം എന്ന് പറഞ്ഞാൽ വരുന്ന ഒരാൾക്ക് പറയുന്നത് തെറ്റാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കണേ. അത് ഡിപ്രഷൻ ആണോ എന്ന് ഇവർ ശരിക്കും തിരിച്ചറിയണം. ചെറിയ കാര്യങ്ങൾ ബാധിക്കുന്നതിലോട്ട് എത്തരുതെന്ന് ഞാൻ പറഞ്ഞേ, ചെറിയ വിജയപരാജയങ്ങൾ. എനിക്ക് എഞ്ചിനീയറിംഗിന് സപ്ലി കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ഭയങ്കര ആദ്യമൊക്കെ ടെൻഷനായിരുന്നു, പിന്നെ അത് ശീലമായതുകൊണ്ട് അങ്ങനെ പോയി. അപ്പം വീട്ടിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എഞ്ചിനീയർ ആവണം എന്ന് ഉദ്ദേശിച്ച് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ജയിക്കുന്ന ഒരാൾക്ക് എഞ്ചിനീയർ ആയേ പറ്റത്തുള്ളൂ. അയാൾക്കത് ചെയ്യണം. ഞാനിവിടെ സപ്ലി കിട്ടിയ ഒരാൾക്ക് അവൻ എന്തും ചെയ്യാം ലോകത്തിൽ. നീ അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ കറക്റ്റ് ചെയ്ത് വിടുക പേരൻസിൻ്റെ സാധനം കൂടെ. എനിക്ക് തോന്നുന്നു അത് കുറച്ച് കിട്ടാത്തതുകൊണ്ടായിരിക്കാം പിള്ളേർ മനക്കെട്ടിയില്ലാതെ പോയി മാർക്ക് കുറഞ്ഞതിന് ഒളിച്ചോടുക, അച്ഛൻ വഴക്ക് പറയുന്നതിന്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വരെ കുട്ടികൾ ഒളിച്ചോടിയ ഇൻസിഡൻസ് ഒരുപാടുണ്ട്. പേരൻറ്റിങ്ങിൻ്റെ ഒരു അതെന്നറിയോ, തോൽക്കുന്നതിനെ ഭയപ്പെടുത്താതിരിക്കുക. തോൽക്കട്ടെ, എംബ്രേസ് ചെയ്യുക തോൽവിയെ. അപ്പം പിന്നെ തോൽവി നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. അപ്പം വേറെ സ്ഥലത്തൊന്നും വന്ന് ഈ ശത്രുവിനെ കൂടെ ഇരുന്ന പോലെ. മനസ്സിലായോ? നിസ്സാരവൽക്കരിച്ച് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുക, ഇതാണ് സംഭവം, അതുകൊണ്ട് ജീവിതം തീരുന്നില്ല എന്നുള്ളത്. തോറ്റോട്ടെ, മേക്ക് ഇറ്റ് വെരി സിമ്പിൾ അല്ലേ. ഇപ്പം എല്ലാം നമ്മൾ ലെജൻഡറി ആക്ടേഴ്സ്, സൂപ്പർ സ്റ്റാർസിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ പറയുള്ളൂ. എനിക്ക് തോന്നുന്നില്ല അവർ തോൽവിയെ ഭയക്കുന്നുണ്ടെന്ന്. മാത്രമല്ല അവർ തോറ്റിട്ട് തന്നെ ആയിരിക്കുമല്ലോ അവർ എത്തിയേക്കുന്ന ഉന്നതമായ പൊസിഷനുകളിലൊക്കെ എത്തിയേക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞപ്പം ധ്യാനിൻ്റെ അടുത്ത് ഒരു ഉപദേശം അല്ലെങ്കിൽ ആഗ്രഹം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോഴൊക്കെ ഈ ധ്യാനിൻ്റെ മറുപടികൾ നമുക്ക് ചിലപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത റിപ്ലൈ ആയിരിക്കും. ധ്യാനിൻ്റെ റിപ്ലൈ എന്താ വന്നത്? പോസ് അതെന്തോ പറഞ്ഞു. പക്ഷേ ഞാൻ തമാശ പറഞ്ഞു, മറ്റേ രാഷ്ട്രീയത്തില്ലേ, അത് നേരത്തെ ഈ ഇന്റർവ്യൂ ചെയ്ത് ഭയങ്കര പോപ്പുലർ ആവുന്ന സമയത്ത് നമ്മൾ തമാശ പറഞ്ഞു രാഷ്ട്രീയത്തിൽ നിന്നാ ജയിക്കും, അല്ല ഇലക്ഷൻ നിന്നാ. സീരിയസ് ആയിട്ട് പറഞ്ഞല്ല. നമുക്ക് തിരിച്ച് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ടൈറ്റിൽ ഭാരത സർക്കാർ ഉൽപ്പന്നം തന്നെ വേണമെന്ന് ഉള്ള ഡിമാൻഡ് കണ്ടീഷൻ ഈ ടൈറ്റിൽ വന്നത് എങ്ങനെയാണ്? ആരിട്ടതാണ് ഈ ടൈറ്റിൽ? നിസാം റാവുത്തർ ഇട്ടോ. ആദ്യം വന്നപ്പോൾ തന്നെ ഈ ടൈറ്റിൽ തന്നെയായിരുന്നു. അതെ, ടൈറ്റിൽ ഇത് തന്നെയായിരുന്നു. റാവുത്തർ കഥ പറഞ്ഞു. രണ്ടാമത്തെ പിന്നെ ആദ്യം തന്നെ പറയുന്നത് ഈ ടൈറ്റിലാട്ടോ, ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം. ആ ടൈറ്റിൽ നമ്മൾ വീണു. എല്ലായിടത്തും ആ ടൈറ്റിൽ ഭയങ്കര അട്രാക്റ്റീവാണ്. ഒരു എന്നോട് ഇപ്പോൾ അജു എന്ന ലൊക്കേഷനിൽ പറഞ്ഞു, വേറൊരു പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ എന്നോട് പറഞ്ഞു ഈ ടൈറ്റിൽ, നമ്മളെ ടൈറ്റിൽ എന്ത് രസമാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ പേര് പറഞ്ഞു ഈ ടൈറ്റിൽ. പിന്നെ നമുക്ക് സെൻസർ കിട്ടുമല്ലോ പേടിയുണ്ട്. പക്ഷേ അത് ചില സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ കാണുമല്ലോ, ചില പേരുകൾ അവർ ലിസ്റ്റ് ചെയ്ത് എഴുതാറുണ്ട്. ഈ പേരുകളൊക്കെ എന്തിങ്ങനെ. അപ്പം ആ സ്ഥലത്ത് ഈ പേരിന് ഒരു വ്യത്യസ്തത ഫീൽ ചെയ്തു. തീർച്ചയായിട്ടും പേരിടുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളിപ്പോൾ കോൺഷ്യസ് ആവാറുണ്ട്. കാര്യം ഇപ്പോഴത്തെ തലമുറ വളരെ സ്ട്രോങ്ലി ക്രിട്ടിസൈസ് ചെയ്യും. എനിക്കിഷ്ടമാണ് ക്രിറ്റിസിസം. നമ്മളെ ബെഞ്ച് മാർക്ക് ലിഫ്റ്റ് ചെയ്യാൻ ഈ ക്രിറ്റിസിസം, ഹാർഡ് ക്രിറ്റിസിസം എനിക്കിഷ്ടമാണ്. കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് മുഖത്ത് നോക്കി പെട്ടോ. ഹർട്ട് ചെയ്യാറുണ്ട് എപ്പോഴെങ്കിലുമൊക്കെ. കാരണം ക്രിറ്റിസിസം പല രീതിയിൽ വരും. എനിക്ക് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. കളിയാക്കപ്പെടുന്നതിനോടൊന്നും കുഴപ്പമില്ല. പണ്ടോട്ടേ ഇല്ല.
ഇതിനൊക്കെ പോയി മോങ്ങാനിരുന്ന് കഴിഞ്ഞാൽ ഇതിലെ വിടും. അല്ല ഇതിനൊക്കെ പോയി മോങ്ങാനിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് കാര്യം? നമ്മുടെ സമയം പോകും. അതുകൊണ്ടല്ല, കേട്ട് അവർ പറയുന്നതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യണം. കാശ് മുടക്കി വരുന്നവരല്ലേ, അവർക്ക് പറയാനുള്ള അധികാരമില്ലേ? അപ്പം റിവ്യൂനൊക്കെ പറയണം തന്നെയാണ്. ഞാൻ സിനിമ മേഖലയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ പൊതുമധ്യത്തിലോട്ട് ഇറങ്ങിപ്പോകാൻ നിൽക്കുന്ന ഒരാളാണ്. ഞാനൊരു പോയി ഒട്ടിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ചിലപ്പോൾ നല്ല, ഇതെൻ്റെ വാക്കുകളല്ല, എനിക്കൊന്ന് കോഴിക്കോട് രഞ്ജിത്ത് സാറ് രഞ്ജിത്ത് സാർ ഇപ്പോൾ പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ അതിൽ ചിലപ്പോൾ നല്ലൊരാളൊന്ന് ആസ്വദിച്ചിട്ട് പോകും, അയാൾ വന്ന് പുച്ഛിച്ചിട്ട് പോകും, അയാൾ വന്ന് നോക്കിയിട്ട് ചിലപ്പോൾ പശു വന്ന് കടിച്ച് കയറാം. ഇതിനെല്ലാം ഞാൻ തയ്യാറെടുത്തിട്ട് വേണം അവിടെ പോയി പോസ്റ്റർ ഒട്ടാൻ, അല്ലെങ്കിൽ ഞാൻ വേറെ ജോലിക്ക് പോകണം. തീർച്ചയായിട്ടും നമ്മൾ കേൾക്കാൻ റെഡി ആയിട്ട് വേണം. നമ്മൾ ഒരു സെലിബ്രിറ്റി ആകുമ്പോൾ ഇതൊക്കെ എൻ്റെ കാഴ്ചപ്പാടാണ്. കാശ് മുടക്കി തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകർക്ക് ഇന്ത്യയിലെ ഡെമോക്രാസി വെച്ചിട്ട് വിമർശിക്കാനുള്ള അവകാശമുണ്ട്. എന്തും പറയാന്നേ. ഇവിടെ നമുക്ക് വന്ന് നിൽക്കാം, സ്വാതന്ത്ര്യം. ലീഗലായിട്ട് അവർക്ക് എന്തും പറയാവുന്നത് എന്തും ചെയ്യാം. അതിന് നമുക്ക് തടയാൻ തിരിച്ചെങ്ങനെ പറ്റും? തടയാനൊരു അവസരം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. ഇപ്പം അതില്ലല്ലോ. ചർച്ച തന്നെ വേസ്റ്റ് ഓഫ് ടൈം അല്ലേ. പക്ഷെ എനിക്കിഷ്ടമാണ്, അതിലൂടെ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബെറ്റർ ആക്കാൻ പറ്റുമായിരിക്കും. എന്നാൽ ബെറ്റർ ആക്കിയ സമയത്ത് അവർ കൈയടിച്ചിട്ടുണ്ട്. ഇവ ഒരിക്കലും കൈയടിക്കാത്തവരാ, നമുക്ക് മനസ്സിലാക്കാം. എന്ത് ചെയ്താലും കൈയടിക്കുന്നില്ല. ഇത് നല്ലത് വരുമ്പോൾ പ്രേമലു, ബ്രഹ്മയുഗം, എബ്രഹാം ഓസ്ലർ ഈ വർഷം എനിക്ക് തോന്നുന്നു ഫെബ്രുവരി ഈ വർഷം തുടങ്ങിയിട്ട് ഹിറ്റ് അധികം. നേര് ഫാലിമി ഇപ്പൊ പറഞ്ഞ പെട്ടെന്ന് 5 പേര് വന്നില്ലേ? 2 മാസത്തിനുള്ളിൽ 5 സിനിമയോളം ഹിറ്റ് ആയി. എത്രയും അല്ലേ? അപ്പൊ കൈയടിക്കില്ലേ? ഭാരത സർക്കാർ തീർച്ചയായിട്ടും ആവട്ടെ. അതെ, ഉറപ്പായിട്ടും. ഇപ്പൊ മഞ്ഞുമേൽ ബോയ്സ് ഭയങ്കര ആന്റിസിപ്പേറ്റഡ് ആണ് സിനിമ. തീർച്ചയായിട്ടും ആൾക്കാരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു. നമ്മൾ ചെയ്യാത്ത കാര്യം, ചെയ്യുന്ന കാര്യത്തെ നൈസായിട്ട് കണ്ണടച്ച് വെച്ചിട്ട് മറ്റേത് മാത്രമേ ചെയ്യുന്നുള്ളൂ കുറ്റം പറയരുത്. നമ്മുടെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിനെല്ലാവിധ സക്സസും. അടുത്ത പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ഇനിയിപ്പം ഇത്രയും നാളും ചെറിയ ചെറിയ വേഷങ്ങളിൽ വരുന്നു, സപ്പോർട്ടിങ് ആക്ടർ വരുന്നു, ഇപ്പം നായകനാവുന്നു. ഇനി അങ്ങോട്ടുള്ള ഒരു വിഷൻ എന്താണ് ശരിക്കും പറഞ്ഞത്? നല്ല സിനിമകൾ ചെയ്യും. പുറത്ത് ക്യാരക്ടർ റോള് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. പിന്നെ നല്ലത് വേണം തേടിപ്പോകും നല്ല സിനിമ. അതേപോലെ നമ്മൾ സിനിമയുണ്ടാവും. ഇപ്പോൾ ഇനി അടുത്ത സിനിമ നമ്മളെ ഈ ഒരു അജു ഞാനലായിട്ടൊരു സിനിമയുണ്ടാവും. ഇനി അങ്ങോട്ട് സിനിമയുണ്ടാവും. നാഷണൽ അവാർഡ് കിട്ടിയ ഒരു നടനെ ചെറിയൊരു വേഷത്തിന് വിളിക്കാൻ പലരും കൺഫ്യൂഷൻ എന്നുള്ള ഒരു അങ്ങനെ ഒരു വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അയ്യോ അദ്ദേഹത്തിന് ഇത് കിട്ടി, ഇനി ഇത് വിളിച്ചാൽ വരും. ഇപ്പം മുന്നേ 1 ദിവസവും 2 ദിവസവും 5 ദിവസവും 10 ദിവസത്തിനുള്ള വേഷത്തിനൊക്കെ സുബീഷിനെ വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. സുബീഷ് നായകനായതിനു ശേഷം അവർക്ക് വിളിക്കാനൊരു മടി ഉണ്ടാവില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ ആ ഒരു ആശങ്ക സുമേഷ് പറഞ്ഞാൽ എനിക്ക് ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് എന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എൻ്റേതായ സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ കുറേ ആൾ പറഞ്ഞു അത് വിഷയമാണ്. പക്ഷേ വളരെ പോസിറ്റീവായി ചിന്തിക്കുന്ന, പുതിയ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾ പറഞ്ഞു ഇപ്പോഴത്തെ കാലത്താവുന്ന വിഷയമൊന്നുമല്ല. നീ നായകനായി അഭിനയിച്ചാലും നിൻ്റെ കയ്യിൽ, ഇപ്പോൾ നേരത്തെ അജുവും കൂടെ എന്നോട് പറഞ്ഞു, നമ്മളെ കയ്യിൽ ഉരുപ്പടി ഉണ്ടെങ്കിൽ നമ്മളെപ്പോൾ ആയാലും. പിന്നെ മാത്രമല്ല, ഇനി ഇപ്പം ഇത് ഇറങ്ങി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് ഒരു 4 വേഷം അങ്ങനത്തെ ചെറിയ വേഷം ചെയ്യണം. പാസിംഗ് ആയിട്ട് പോയി ചെയ്യണം. അപ്പൊ പിന്നെ തിരിച്ച് തോറ്റല്ലോ. അപ്പൊ പിന്നെ സുബീഷ് വീണ്ടും ചെറിയ വേഷം ചെയ്യുന്ന ആളാണ്. സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഇനി സുബീഷിനെ അങ്ങനെ ചെറിയ വേഷത്തിൽ വിളിച്ചില്ല. സുബീഷ് നായകനായില്ല. വളരെ സിമ്പിൾ ആയിട്ട് സൊല്യൂഷൻ വിളിച്ചു ചോദിച്ചാൽ 4 പേര് ഈസിലി കിട്ടുന്ന ബന്ധമുണ്ട്. ഒരു സീനെങ്കിലും കിട്ടില്ലേ? ഒരു സീനേ ചെയ്യാവുള്ളൂ ബ്രേക്ക് ചെയ്യണമെങ്കിൽ. ഞാൻ KCF കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി പേരിലൂർ ചോദിച്ചു വാങ്ങിച്ചതാ ആ വേഷം. കാര്യം ഞാൻ നായക നടനാവാൻ ആഗ്രഹിക്കുന്ന ആളല്ല. കാര്യം അതല്ല എൻ്റെ എക്സൈറ്റ്മെൻറ്റ്. ഞാൻ എന്നുള്ളൊരു മെറ്റീരിയൽ അല്ല. ത്രൂ ഔട്ട് എല്ലാ 3 മാസത്തിലൊരു നായക നടൻ വെച്ച് ജനങ്ങളെ ക്രൗഡ് പുള്ളി ചെയ്യുന്ന ഒരു മെറ്റീരിയൽ അല്ല ഞാൻ. അപ്പോൾ ഞാൻ അനന്തപത്മനാഭൻ ചേട്ടനോട് ഈ കഥ പറഞ്ഞപ്പം എന്നോട് കഥ പറഞ്ഞു ക്യാരക്ടർ. അപ്പം എനിക്ക് ഇഷ്ടം തോന്നിയപ്പോൾ ഞാൻ ചോദിച്ചു. അങ്ങനെ പ്രവീൺ ചേട്ടനും ദീപു കുഞ്ഞിരാമായണത്തിൻ്റെ അയച്ചത്. അങ്ങനെ ദീപു പറഞ്ഞു ഏത് ക്യാരക്ടറാണ് ഇഷ്ടം എന്ന് നോക്കിക്കൊണ്ടു. ഞാൻ ആ സൈക്കോ അനന്തേട്ടനോട് ചോദിച്ചു, അനന്തേട്ടൻ ഏതാ നല്ലത്? അപ്പോൾ അനന്തേട്ടൻ പറഞ്ഞു സൈക്കോ ബാലൻ എന്ന് ചോദിച്ചു. അങ്ങനെ അത് ബ്രേക്ക് ചെയ്യാൻ ഞാൻ ചെയ്തത്. കാര്യം മറ്റ് സംസ്ഥാനങ്ങളിലോട്ട് പോകുമ്പോൾ അവർക്കൊരു തെറ്റായ ധാരണ വരരുത്, ഇയാൾ നായക നടനായിട്ടുള്ള വേഷം. അവർക്ക് നമ്മളെ അറിയില്ല. ചിലപ്പോൾ അവർ KCF ആയിരിക്കും ആദ്യം കാണുന്നത്. അപ്പോൾ തന്നെ അയാൾ പൊട്ടനാണ് എന്ന്, അല്ലെങ്കിൽ ഒരു ഊളയാണ് എന്ന് കാണിച്ചു കൊടുത്താൽ അപ്പോൾ പിന്നെ അയാൾ സപ്പോർട്ടിങ് ആക്ടറാണ്. എൻ്റെ ഉദ്ദേശം അതാണല്ലോ, സപ്പോർട്ടിങ് റോളുകൾക്ക് എന്നെ വിളിക്കുക എന്നാണല്ലോ. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്
ഞാൻ കൗണ്ടർ ചെയ്യാൻ വേണ്ടി പറയാമെന്ന് കുട്ടികൾ, അതായത് നമുക്കിപ്പം ഞാനൊരു നായക നടനല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു മെറ്റീരിയൽ അല്ല ആളുകളെ തിയേറ്ററിലേക്ക് വരുത്താൻ, അതൊരു തെറ്റായ ധാരണയാണെന്ന് ഞാൻ പറയാം. അതിൻ്റെ കറക്റ്റ് ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പണ്ട് നായകനാണെങ്കിൽ ഇങ്ങനെയൊക്കെ വേണമെന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നിരിക്കാം ഒരു പക്ഷേ. മലയാളത്തിൽ ഇപ്പോൾ അത് മാറി. മലയാളത്തിൽ നല്ല കഥ ചെയ്യുന്ന, നല്ല കഥ തിരക്കഥ, ഇപ്പം ബേസിൽ ജോസഫ് ക്രൗഡ് പുള്ളറാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ അജു വർഗീസ് അതുപോലത്തെ കഥകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നായകനാവാനുള്ള 3 മാസത്തിൽ പടം ആളെ കയറ്റാൻ പാകത്തിനുള്ള ഒരു നടനാവാനുള്ള മെറ്റീരിയൽ ഇല്ലേ ശരിക്കും? ഞാൻ പറഞ്ഞത് ഞാൻ തിരക്കഥ സെലക്ട് ചെയ്യണം, സ്റ്റോറിയുടെ അല്ലേ? അല്ല, എൻ്റെ പ്രോസസ്സിൽ അതില്ല. തിരക്കഥകൾ കേട്ട് ഉണ്ണി 100 തിരക്കഥ മേലെന്തോ കേട്ടു പേപ്പടിയാന് മുന്നേ. ഞാൻ കേൾക്കൂല. ഞാൻ അതിൽ 80 സിനിമയും സപ്പോർട്ടിങ് വേഷം ഞാൻ റെഡിയാണ്. ഞാൻ ആസ്വദിച്ച് ചെയ്യാനുള്ള ആള്. ഇതിൽ പോയി കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഈ ജോലി അഭിനയിച്ചാ പോരെ. നായകൻ അങ്ങനെ ഒരു സാധ്യതയില്ല. അപ്പൊ മെറ്റീരിയൽ അല്ല എന്ന് പറയുന്ന ഒരു പക്ഷേ ഞാൻ ആ മെറ്റീരിയൽ അല്ലാന്ന്. അതിന് വേണ്ടി ഒരു ഡിസിപ്ലിൻ, അതിനുവേണ്ടി അങ്ങനെ ഓക്കെ ഓക്കെ. മറ്റേ ബോഡി വൈസ് അല്ല, അത് പണ്ടുള്ള കാഴ്ചപ്പാട് ഇപ്പൊ പോയി. ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. കാരണം ഞാനൊരു സിനിമ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഷുവർ ആയിട്ട് ആൾക്കാർ, അല്ലല്ല, ഞാൻ ഉദ്ദേശിച്ചത് അതാ, മറ്റേ ലുക്ക് വൈസ് ഉള്ളതല്ല. ആ കാലം പോയി. അതിപ്പോ ഒരു പ്രത്യേകിച്ച് കോവിഡിന് ശേഷം നമ്മളുടെ പുതിയ തലമുറയുടെ ഒരു അപ്ഡേഷൻ മാറി. ഞാൻ അതൊരു മെറ്റീരിയൽ അല്ല ഉദ്ദേശിച്ചത്. ഞാനിപ്പോൾ ചേട്ടൻ ഇപ്പം എന്നോടൊരു കഥ പറയുന്നു, ഒരു തിരക്കഥ, അതിൽ നായക വേഷം ഇന്ന ആളാ. അപ്പം ഞാൻ ചോദിക്കും, മറ്റേ വേഷം ചിലപ്പോൾ കുറച്ചും കൂടി മേക്കപ്പും ഒക്കെ സാധ്യത ഒരു അപ്പിയറൻസ് വൈസ് ഒക്കെ അപ്പുറത്തായിരിക്കും. ഇപ്പം നായകനാകുമ്പോൾ എനിക്ക് എക്സൈറ്റ് ചെയ്യുന്ന ഒരു എപ്പോഴും നായകൻ എപ്പോഴും ഒരു ലുക്ക് തന്നെ പിടിക്കുന്ന ആരും ഭൂരിപക്ഷ നായക സിനിമകളിലും ഞാൻ കണ്ടുള്ള, ഞാൻ പറയുന്നത് മമ്മൂക്ക ലാൽ സാർ സിനിമകളല്ല, അവരത് വളരെ വിദഗ്ധമായിട്ട് ഹാൻഡിൽ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു പരിധി ഒരു ദിലീപേൻ്റെ സിനിമകളും അവർ കൃത്യമായിട്ടത് ക്യാരക്ടേഴ്സ് ലുക്ക്, അവർക്ക് അതിനുള്ള കഴിവുണ്ട്. പക്ഷേ എനിക്കപ്പോൾ അത് ബുദ്ധിമുട്ടായത് തോന്നാറ്. നല്ലതും വരണ്ടേ ഈ പറയുന്നത്. അപ്പം ഞാൻ ഒരു എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിലെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ കുട്ടേട്ടൻ എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട്. മറ്റേ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ കുട്ടേട്ടന് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കും അത് സിദ്ദിഖിക്കയുടെ ഞാൻ ലുക്ക് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇൻ ദ സെൻസ് ഇതാണെന്ന് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് മറ്റേതാണ് കുറച്ചും കൂടി എക്സൈറ്റിങ്. ഇതെനിക്ക് കുറച്ചുകൂടി എൻ്റെ പ്രോസസ്സായിട്ട് തോന്നില്ല. സോ നോട്ട് എ മെറ്റീരിയൽ ഇൻ ദാറ്റ് സെൻസ്. അടുത്ത പ്രോജക്ട്സ് ഏതാണ്? ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ ഈ വർഷം പ്രൊഡക്ഷൻ ഇല്ല. ഞാൻ ഇൻ്റർവ്യൂ പറഞ്ഞ പോലെ പ്രൊഡക്ഷനിൽ നിന്ന് ഞാൻ കുറച്ച് നാൾ ധ്യാനം തിരക്കാണ്. വിശാഖ് ഈ മെറിലാൻഡിൻ്റെ വർക്കിലാണ്. ഞാൻ ഫോക്കസ് ചെയ്യുന്ന ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയിൽ മാത്രമേ, ഡബ്ബിങ്ങിലും. ഇത് രണ്ടുമാണ് എൻ്റെ തൊഴിലെന്ന് ഞാൻ മനസ്സിലാക്കി. അത് മാത്രമേ ഇപ്പോൾ പ്രൊഡക്ഷൻ ഉണ്ടാവും. ഇപ്പം ഇല്ല, ഈ വർഷം എന്താണല്ലോ ഇല്ല. അടുത്ത സിനിമകളാണ് അഭിനയിക്കുന്നത്. ഇപ്പോൾ ഇറങ്ങാനുള്ളത് ഇപ്പോൾ ഗഗനചാരിയുണ്ട്, സയൻസ് ഫിക്ഷനാണ്. അതിൻ്റെ ചന്തു ചെയ്തത്, സാജൻ ബേക്കറുടെ. പിന്നെ വർഷങ്ങൾക്ക് ശേഷം മിഥുൻ മാനുവൽ ഡയറക്റ്റ് ചെയ്ത അർദ്ധരാത്രിയിലേക്കൂടെ. പിന്നെ ഒരു വെബ് സീരീസ് ഉണ്ട് ഡിസ്നിയുടെ, ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. നീരജ് മാധവും ഗൗരിയും ഹീറോ ആയിട്ടുള്ള. ഞാനതിൽ നീരജിൻ്റെ ചേട്ടനായിട്ടാണ്. അപ്പോൾ അവൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, കപ്പാരി ഇതിപ്പോൾ കൂട്ടുകാരൻ, ഇപ്പം ചേട്ടൻ. ഞാൻ പറഞ്ഞു അടുത്തന്നെ അമ്മാവൻ, അതിൻ്റെ അപ്പൻ. പിന്നെ വേറൊരു ഐഡൻറ്റിറ്റി, ടൊവിനോ തൃഷ. ഇപ്പോൾ ഈ ജോസഫ് സാറിന് നുണക്കുഴി. നുണക്കുഴിക്കകത്തുണ്ടോ? ആ കാത്തിരുന്ന ജിത്തു സാറിൻ്റെ ഒരു സിനിമ ഫസ്റ്റ് ടൈമാണല്ലേ ബേസിൽ? ഓക്കെ. ഇപ്പോൾ ഈ അജു പറഞ്ഞതിൻ്റെ അകത്തുനിന്ന് തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതിനൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് അന്യഭാഷയിൽ നിന്ന് കാണുമ്പോൾ ഇവൻ നായകനായിട്ട് മാത്രം ചെയ്യുന്ന വ്യക്തിയല്ല എന്ന് അവർക്ക് മനസ്സിലാവണമെന്ന്. ഇപ്പോൾ മറ്റൊരു ഭാഷയിലേക്കുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? ചെയ്യാൻ ഓഫറുകൾ വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു? ഓഫറുകളായിട്ട് കഴിഞ്ഞ വർഷം വരെ വന്നിട്ടില്ല. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ഞാൻ ഇപ്പോൾ എൻ്റെ ശ്രമങ്ങൾ ഒരു ഷോ റീലൊക്കെ ഉണ്ടാക്കി. കഴിഞ്ഞ വർഷം ഡിസംബർ തൊട്ട് KCF-ൻ്റെ ഷൂട്ടിൻ്റെ സമയം തൊട്ട് ഞാൻ ഷോ റീലുണ്ടാക്കി. അവിടുത്തെ ഏജൻസികൾക്ക് ഇപ്പം പോയി കാണുകയും ഓഡീഷൻസ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. കാര്യം ഇന്നിപ്പോൾ എനിക്ക് തോന്നി ശ്രമിച്ച് നോക്കാമെന്ന്. എല്ലാ ഭാഷയൊന്നുമല്ല, തമിഴോ മാക്സ് സൗത്ത് ഇന്ത്യയിൽ കിട്ടുന്ന ഏത് വേഷവും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നൊരാഗ്രഹം തോന്നിയിട്ടുണ്ട്. അതിനുവേണ്ടി ഓഡീഷൻസ് പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഉടൻ തന്നെ പാൻ ഇന്ത്യൻ ലെവലിലേക്കുള്ള ആർട്ടിസ്റ്റ് ആയിട്ട് വരട്ടെ. എല്ലാവിധ ഭാവങ്ങളും നിങ്ങൾ രണ്ടുപേരും മുന്നോട്ട് തൊടുന്നതെല്ലാം പൊന്നാവട്ടെ. താങ്ക് യു ചേട്ടാ. താങ്ക് യു ഡിയർ.